ഹായ്, ഞാൻ ഡോക്ടർ അനീഷ സ്മൈൽ കൊച്ചിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ചെറുപ്പകാലത്ത് എല്ലാവരും ഉപ്പ് വായൊക്കെ തുറന്ന് കിടന്നുറങ്ങുന്നവരുടെ വായിൽ ഉപ്പിട്ട് നോക്കുകയും ഒക്കെ കളിയായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വാ ഉറങ്ങുന്നത് തന്നെ ഒരു തരം അസുഖമായിട്ട് തന്നെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ വാ തുറന്ന് ഉറങ്ങുക എന്ന് പറയുന്നത് മൂക്കിൽ കൂടെ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റായിക വരുമ്പോഴാണ് നമ്മളെപ്പോഴും വാ തുറന്ന് ഉറങ്ങുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്, അതായത് എന്ത് റീസൺ കൊണ്ടാണ് നമുക്ക് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് ആണ് ഫസ്റ്റ് കൺസേൺ. അപ്പോൾ അതിൽ മൂക്കിൻ്റെ ENT ഡോക്ടറെ കാണിക്കേണ്ടി വരും, മൂക്കിൻ്റെ അറകൾ പരിശോധിക്കേണ്ടി വരും, മൂക്കിൻ്റെ അഡിനോയിഡ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയെ പരിശോധിക്കേണ്ടി വരും. ഇതിനൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വരുന്നതാണ് നമ്മുടെ ജോ റിലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിലുള്ള ഒരു റിലേഷൻ. അതിൻ്റെ തെറ്റുകൾ കൊണ്ട് നമുക്ക് എയർവേ കൺസ്ട്രക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വായിൽ കൂടെ കൂടുതൽ ശ്വാസം എടുക്കാറുണ്ട്. ഇങ്ങനെ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ നമുക്ക് ഫേഷ്യൽ ചെയ്യുന്നത്, ചെറുതിലേ തൊട്ട് തുടങ്ങുന്ന കുട്ടികൾക്ക് മുഖത്തിന് ഒരു ബേർഡ് ഫേസസ് എന്ന് പറയും, ഒരു കിളികളുടെയൊക്കെ മുഖം പോലെ ചെറിയ മുഖമായിട്ട് വരാറുണ്ട് വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ. അതുപോലെ പല്ല് പൊന്താറുണ്ട്. അങ്ങനെ പല പല റീസൺസ് നമ്മൾ വായിൽ കൂടെ ശ്വാസം എടുക്കുന്നതിൽ കൂടെ വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. കീപ് സ്മൈലിംഗ് വിത്ത് സ്മൈൽ കൊച്ചി ഡെന്റൽ ക്ലിനിക്. Stay unless consulted. Ping us to book your consultation. Smile Kochi, nurturing your smiles to positivity.